students, welcome back to our channel. 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. യൂണിറ്റ് 5 എംപ്രൈസിംഗ് എംപതി എന്ന് പറയുന്ന യൂണിറ്റിലെ അവസാന ലെസൺ ആയിട്ടുള്ള എ ബീക്കൺ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ലെസണിലത്തെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ആക്ടിവിറ്റീസിലോട്ട് കടക്കാം. ആക്ടിവിറ്റി നമ്പർ 1, collect the details of some famous people who had humble beginning. അപ്പൊ എന്താ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരെങ്ങനെയാണ് ബിഗിൻ ചെയ്തത്, അപ്പൊ അവര് ഹംബിൾ ആയിട്ട് അവരിങ്ങനെ പുവർ ഫാമിലിയിലൊക്കെ ആയിട്ട് ആണ് ബിഗിൻ ആയത്. then അവരിപ്പോ ഉള്ള പ്രൊഫഷൻ അല്ലെങ്കിൽ പൊസിഷൻ റെക്കഗ്നിഷൻ അതും എഴുതാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് എഴുതാനുള്ളത് എബ്രഹാം ലിങ്കന്റെ ആണ്. എബ്രഹാം ലിങ്കൺ, അപ്പൊ ബിഗിനിങ്സിൽ നമുക്ക് എഴുതാം born in a family, work as a farm laborer and storekeeper. അപ്പൊ എന്താണ്, ഒരു പുവർ ഫാമിലിയിലാണ് ജനിച്ചത്. ഫാം ലേബറർ ആയിട്ടും സ്റ്റോർ കീപ്പറും ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തു. അപ്പൊ പ്രൊഫഷൻ എന്താ, 16th president of the United States, known for abolishing slavery and preserving the union during the സിവിൽ വാർ. അപ്പൊ എന്താണ്, 16ാമത്തെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് ആയി, അതുപോലെ സ്ലേവറി ഒക്കെ അബോളിഷ് ചെയ്ത്, അതുപോലെ എന്താ സിവിൽ വാറിന്റെ സമയത്ത് യൂണിയൻ ഒക്കെ പ്രിസർവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്തത് APJ അബ്ദുൽ കലാം ആണ്. APJ Abdul Kalam, born into a poor Tamil Muslim family, worked as a newspaper vendor and supported his family. അപ്പൊ APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത് എന്താണ്, ഒരു തമിഴ് മുസ്ലിം പുവർ ഫാമിലിയിൽ, അപ്പൊ അതും പാവപ്പെട്ട ഒരു ഫാമിലിയിലായിരുന്നു എന്ത് ചെയ്തത്, ജനിച്ചത്. അതുപോലെ ന്യൂസ് പേപ്പർ ബോയ് ഒക്കെ ആയിട്ട് പണിയെടുത്തിട്ട് കുടുംബത്തിനെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ പൊസിഷനിൽ നമുക്ക് എഴുതാം renowned Indian scientist, missile man of India and 11th president of India. എന്താണ്, ഇന്ത്യൻ സയന്റിസ്റ്റ് ആണ്, അതുപോലെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആണ്, അതുപോലെ 11ാമത്തെ ഇന്ത്യയിലത്തെ പ്രസിഡന്റുമാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എഴുതാം. അടുത്തത് ആരാണ്, അടുത്തത് നഞ്ചിയമ്മയാണ്. നഞ്ചിയമ്മ നമുക്ക് എന്ത് എഴുതാം, നഞ്ചിയമ്മയുടെ ബിഗിനിങ്സിൽ നമുക്ക് belongs to the tribal community in Kerala, started as a folk singer in a humble environment. അപ്പൊ എന്താണ്, ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിലായിരുന്നു ജനിച്ചത്, അതുപോലെ തന്നെ ഒരു ഫോക്ക് സിംഗർ ആയിരുന്നു. എന്നിട്ട് ഇപ്പോ പൊസിഷനിൽ നമുക്ക് എഴുതാം folk singer who received the National Film Award for Best Female Playback Singer in 2020. 2020 ഫോക്ക് സിംഗറിൽ എന്താണ്, നാഷണൽ ഫിലിം അവാർഡിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. എന്തിന്, ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ എന്ന റോളിന്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 2, imagine a day when spades, hammers and other tools began to talk. അപ്പൊ എന്താ, ഈ സ്പേഡ്സിനും അതുപോലെ ഹാമേഴ്സിനും ഒക്കെ സംസാരിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചൂല് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, I have seen you using me to clean up mess every day to keep things safe and clean. You are really making a big difference. Okay, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്, അപ്പൊ ഇതെന്താണ്, ഇത് കൈക്കോട്ടാണ്. അപ്പൊ കൈക്കോട്ടിന് എന്തൊക്കെ പറയാം, I have seen you using me to dig the earth and plant saplings. You are a great farmer. അപ്പൊ എന്താണ്, ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ പ്ലാന്റ് ഒക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് എന്നെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ എന്താണ്, ഒരു ഗ്രേറ്റ് ഫാർമർ ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ പെയിന്റിംഗ് ബ്രഷിന് എന്തൊക്കെ പറയാം, I have seen you using me to add colors and beauty to the walls. You are a great artist. എന്താണ്, ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്താ ഈ പെയിന്റിംഗ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ചുമരൊക്കെ പെയിന്റ് അടിക്കുന്നത്. നിങ്ങൾ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ്. ഇനി നമ്മുടെ ഹാമറിന് എന്ത് പറയാം, I have seen you using me to build and repair furniture. You are a great carpenter. എന്താണ്, ഈ ഫർണിച്ചറും ഒക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ ഉപയോഗിക്കുന്നത് ഞാൻ കാണാറുണ്ട്. നിങ്ങൾ എന്താണ്, ഒരു ഗ്രേറ്റ് കാർപ്പന്റർ ആണ്. ഓക്കെ,
ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3. Note the use of phrase we house of the dawn in the poem. There are similar phrases about other phases of the day. We use phrases like blazing noon and gathering dusk to indicate other phases of the day. Write sentences of your own using we house of the day, blazing noon and gathering dusk in the space given below. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് we house of the dawn അതുപോലെ blazing noon gathering dusk ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ sentences create ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് we house of dawn യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഒന്ന് അവര് തന്നിട്ടുണ്ട് the football players started their practice in the wee hours of the dawn. അപ്പൊ ഇനി നമുക്ക് എഴുതാം he started his journey in the wee hours of dawn. The first rays of sun appeared in the wee hours of dawn. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് ബ്ലേസിംഗ് noon വെച്ചിട്ട് എഴുതാം the roads were empty in the blazing noon. ഇത് അവർ തന്നിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് എഴുതാം they rested in the shade during blazing noon. The heat was intense at blazing noon. ഇനി അടുത്തത് gathering dusk വെച്ചിട്ടാണ് the birds were returning to their nest in the gathering dusk. The sky turned orange at gathering dusk. The air cooled at gathering dusk. Okay. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം the day is divided into AM ante-meridiem and PM post-meridiem. Ante-meridiem is the time between midnight and noon, and post-meridiem PM is the time between noon and the midnight. Look at the diagram below. അപ്പൊ എന്താണ് നമ്മൾ ഒരു ദിവസത്തെ ഡേ എന്ന് പറയുന്നത് AM ഉണ്ട് PM ഉണ്ട്. AM എന്ന് പറഞ്ഞാല് മിഡ്നൈറ്റ് മുതൽ noon വരെ, അതായത് രാത്രി 12 മണി മുതൽ രാവിലെ 12 മണി വരെ AM ആണ്. അപ്പൊ അതിനുശേഷം PM ആണ്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രാം ആണ് ടൈം ഓഫ് ഡേ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. സൺറൈസ്, മൺഡേ, ന്യൂണ്. അപ്പൊ ഒക്കെ ഏതാണ് AM ആണ്. ഇനി അത് 12 മണി കഴിഞ്ഞാൽ സൺസെറ്റ്, ഡസ്ക്, ട്വിലൈറ്റ്, നൈറ്റ്, മിഡ് നൈറ്റ്. അപ്പൊ അതുവരെ PM ആണ്. Write the sentences using AM and PM. Consider events like breakfast, school, assembly, dinner, bedtime, examination, etc. അപ്പൊ AM ഉം PM ഉം വെച്ചിട്ട് നമ്മൾ sentences create ചെയ്യണം. ഒന്ന് അവർ നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട് classes begins at 9 AM. അതുപോലെ PM തന്നിട്ടുണ്ട് classes ends at 4 PM. ഇനി നമുക്ക് എഴുതാം we usually have breakfast at 8 AM. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് 8 മണിക്കാണ്. രാവിലെ 8 മണിക്ക്. സാധാരണയായിട്ട് രാവിലെയാണ് എല്ലാവരും കഴിക്കുക. അപ്പൊ നമുക്ക് എഴുതാം we usually have breakfast at 8 AM. ഇനി നമുക്ക് എഴുതാം സ്കൂൾ അസംബ്ലി രാവിലെയാണ് ഉണ്ടാവുക, അതൊരിക്കലും രാത്രി ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് എഴുതാം the school assembly usually starts at 10 AM. Okay. നമുക്ക് PM എഴുതാൻ ക്ലാസ് ends ആവുക PM ലാണ്. Then we have lunch at 1 PM. നമ്മൾ ലഞ്ച് കഴിക്കുക 1 PM നാണ്. I usually go to the bed at, നമ്മൾ ഉറങ്ങാൻ പോവുക എപ്പോഴാണ്, അതും PM നാണ്. Let us salute community helpers. Community helpers are like superheroes in our neighborhood. അപ്പൊ ഈ community helpers എന്ന് പറയുന്നത് എന്താ, ശരിക്കും ഒരു സൂപ്പർ ഹീറോസ് ആണ്. They do important jobs to keep us safe and happy. അപ്പൊ നമ്മളെ സേഫ് ആക്കാനും നമ്മളെ ഹാപ്പി ആക്കാനും വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും, ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്. They work in different places like school, hospitals and even on the streets. അപ്പൊ അവരെന്താണ് സ്കൂളിലും ഹോസ്പിറ്റൽസിലും അതുപോലെ സ്ട്രീറ്റ്സിലും അവർ വർക്ക് ചെയ്യും. Police officers make sure everyone is safe. Doctors and nurses take care of us when we are ill. Teachers help us learn and farmers grow crops, providing us the food we eat. They are like real life heroes. അപ്പൊ എന്താണ്, പോലീസ് ഓഫീസേഴ്സ് നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. അതുപോലെ ഡോക്ടേഴ്സും നഴ്സസും നമുക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ നമ്മളെ നോക്കുന്നു. അതുപോലെ ടീച്ചേഴ്സ് നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നു. ഫാമേഴ്സ് നമുക്ക് വേണ്ടിയിട്ടുള്ള, നമുക്ക് കഴിക്കാനായിട്ടുള്ള ക്രോപ്സും കാര്യങ്ങളും ഒക്കെ തരുന്നു. അപ്പൊ ഇവരൊക്കെ ആരാണ്, ഇവരാണ് ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള real heroes. Okay, here are some community helpers. Can you say they are doing? How do they help the community? അപ്പൊ ലൈഫ് ഗാർഡ്സ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? Ensure safety of people in water, prevent drowning of accidents.
അപ്പൊ ലൈഫ് ഗാർഡ്സ് എന്താ വെള്ളത്തിൽ നമ്മുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ ഫയർ ഫൈറ്റേഴ്സ് ആണെങ്കിൽ പ്രൊട്ടക്ട് ലൈഫ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ഫ്രം ഫയർ, നമ്മുടെ ഫയറിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടീസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. റെസ്ക്യൂയിങ് പീപ്പിൾ ഹു ആർ ട്രാപ്ഡ് ഇൻ ഫയർ, ഫയറിൽ ട്രാപ്പ് ചെയ്ത ആൾക്കാരെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഗാർബേജ് കളക്ടേഴ്സ് ആണെങ്കിൽ കീപ് ദ കമ്മ്യൂണിറ്റി ക്ലീൻ, prevent the spreading of diseases. അപ്പൊ അവരാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ക്ലീൻ ആയി വെക്കുന്നത്. മാത്രല്ല അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസീസസ് ഇങ്ങനെ വൃത്തിയാക്കി വെക്കുന്നതിലൂടെ ഡിസീസസ് സ്പ്രെഡ് ആവുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി ഹെൽത്ത് വർക്കേഴ്സ് ആണെങ്കിൽ മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഓഫ് ദ പീപ്പിൾ. അപ്പൊ ജനങ്ങളിൽ എന്താ ഹെൽത്തും വെൽ ബീയിങ് ഒക്കെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുക ഹെൽത്ത് വർക്കേഴ്സ് ആണ്. അവരും എന്ത് ചെയ്യുന്നുണ്ട്, ഡിസീസ് സ്പ്രെഡ് ആവുന്നത് കുറയ്ക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ആണ്. യു മേ കൺസിഡർ ദ ഫോളോയിങ് പോയിന്റ്സ് വൈൽ യു പ്രിപ്പയർ താങ്ക് യു നോട്ട്. അപ്പൊ നമ്മൾ താങ്ക് യു നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് വായിച്ചു നോക്കാം. ഗ്രീറ്റിംഗ്, സ്റ്റാർട്ട് വിത്ത് എ ഫ്രണ്ട്ലി ഗ്രീറ്റിംഗ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്തിട്ട് വേണം തുടങ്ങാനായിട്ട്. ഇനി ഗ്രാറ്റിറ്റ്യൂഡ്, എക്സ്പ്രസ് യുവർ ഗ്രാറ്റിറ്റ്യൂഡ് ക്ലിയർലി. അപ്പൊ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മൾ നന്ദിയൊക്കെ നല്ലപോലെ ക്ലിയർ ആയിട്ട് പറയണം. നമ്മൾ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ സിൻസിയർലി, വിത്ത് ലവ്, വാം റിഗാർഡ്സ് എന്നൊക്കെ കൊടുക്കണം. അതുപോലെ നമ്മുടെ പേരും സിഗ്നേച്ചറും കൊടുക്കണം. എന്താണ്, നോട്ട് ബ്രീഫ് ആയിട്ട് മാത്രം എഴുതാനായിട്ട് നോക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു താങ്ക് യു നോട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു നോട്ട്സ് ആർ പൊലൈറ്റ് എക്സ്പ്രഷൻസ് used to convey our appreciation and gratitude to others. അപ്പൊ എന്താണ് ഒരു താങ്ക് യു നോട്ട്? താങ്ക് യു നോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് പൊലൈറ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ആണ്. അതിലൂടെ നമ്മുടെ അപ്രീസിയേഷനും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ബാക്കിയുള്ളവർക്ക് കൺവേ ചെയ്യാൻ കഴിയുന്ന ഒരു നോട്ടിനെയാണ് നമ്മൾ താങ്ക് യു നോട്ട് എന്ന് പറയുന്നത്. Think about the fruits and vegetables we usually eat. How would you show your appreciation and gratitude to the hard-working farmers who grow them for us? Now, read a thank you note designed by Raya. അപ്പൊ റയ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു താങ്ക് യു നോട്ടാണ് ഇവിടെ കൂട്ടുകാർക്ക് കാണാൻ സാധിക്കുന്നത്. ഡിയർ കുട്ടേട്ടൻ, I want to say a big thank you for providing food for all of us. അപ്പൊ എന്താണ്, ആദ്യം തന്നെ കുട്ടേട്ടനോട് എന്താണ് ഒരു നന്ദി പറയാണ്. ഞങ്ങൾക്കൊക്കെ ഫുഡ് ഉണ്ടാക്കുന്നതിന് ഒരു നന്ദി പറയാണ്. You work really hard to plant seeds, take care of plants and look after animals. അപ്പൊ എന്താണ്, ഈ സീഡ്സ് പ്ലാന്റ് ചെയ്യാനും അതുപോലെ പ്ലാന്റ്സിനൊക്കെ ടേക്ക് കെയർ ചെയ്യാനും ആനിമൽസിനൊക്കെ നോക്കാനും നിങ്ങൾ നല്ല എഫേർട്ട് ഇടുന്നുണ്ട്. Because of you, I get fresh vegetables and tasty fruits to eat. അപ്പൊ നിങ്ങൾ കാരണമാണ് എനിക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സും കഴിക്കാനായിട്ട് കിട്ടുന്നത്. You help me keep myself healthy. അപ്പൊ എന്താണ്, എന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട്. I appreciate your hard work. Farmers are amazing superheroes. Thanks again for being an amazing farmer. With lots of love and gratitude, Raya, 7 class C and signature. അപ്പൊ എന്താണ്, നിങ്ങളാണ് എന്നെ ഹെൽത്തി ആയിട്ട് നിർത്തുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്, ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സൂപ്പർ ഹീറോസ് ആണ് എന്നൊരു നന്ദിയൊക്കെ പറഞ്ഞ് പേരെഴുതി സൈൻ ചെയ്ത് അവിടെ അവസാനിക്കുകയാണ്. Imagine you are writing a special thank you note to your favorite community helper. How would you express your gratitude and appreciation? Design a thank you note to share it with your friends. അപ്പൊ എന്താണ്, കൂട്ടുകാരോട് ഒരു താങ്ക് യു നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ കൂട്ടുകാർ പ്രിപ്പയർ ചെയ്യുക. ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നോക്കാം. Dear health worker, I wanted to take a moment to express my sincere gratitude for all that you do. അപ്പൊ നമ്മൾ ഹെൽത്ത് വർക്കറിനാണ് എഴുതുന്നത്. അപ്പൊ ആദ്യം നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ അറിയിച്ചു. Your dedication, compassion and hard work are truly inspiring. അപ്പൊ നിങ്ങളുടെ ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും കമ്പാസിയേഷനും ഒക്കെ എന്താണ്, നല്ല ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന പോലത്തെയാണ്. താങ്ക് യു ഫോർ കീപ്പിംഗ് അവർ കമ്മ്യൂണിറ്റീസ് സേഫ് ആൻഡ് ഹെൽത്തി. അപ്പൊ ഞങ്ങളുടെ കമ്മ്യൂണിറ്റീനെ സേഫ് ആയിട്ടും ഹെൽത്തി ആക്കി നിൽക്കുന്നതിനും ഒരുപാട് നന്ദിയുണ്ട്. You are the real heroes. നിങ്ങളാണ് ശരിക്കുള്ള ഹീറോസ്. With heartfelt thanks. പിന്നെ നെയിമും സിഗ്നേച്ചറും കൊടുക്കാം. ഓക്കെ,
അപ്പൊ ഇത്രയും ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലത്തെ ലെസൺസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.